ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേറൊന്നുമല്ല, കുറച്ച് ഫ്ലോർ മാറ്റും അതേപോലെ ഒരു ഹെയർ ആക്സസറീസും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്ത് കാണിക്കാൻ കേട്ടോ മോനവിടെ നിന്നിട്ട്. ഒരു വീഡിയോ എന്നെ സമാധാനത്തിലെടുക്കാൻ സമ്മതിക്കാറില്ല. ഇങ്ങനെ ഫ്ലിപ്പിൽ നിന്നൊക്കെ ഓരോ പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവൻ തന്നെ അത് അൺബോക്സ് ചെയ്യണം, അവൻ തന്നെ അത് തുറന്ന് നോക്കണം എന്നുള്ള വാശിയാണ് കേട്ടോ. കാണാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ഫ്ലോർ മാറ്റ് വരുന്നത് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ്. എനിക്കിതിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓർഡർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ ഒരുപാട് റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും. അങ്ങനെ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസിന് അത് വേർത്താണ് കേട്ടോ. അപ്പം നിലത്തിട്ടിട്ട് ഞാൻ അവനോടൊന്ന് ചവിട്ടി നോക്കാനൊക്കെ പറഞ്ഞതാണ്, ഇല്ലെങ്കിൽ പിന്നെ തീരെ ഒന്നിനും സമ്മതിക്കില്ല. എനിക്ക് ഫസ്റ്റത്തേനേക്കാൾ ഇഷ്ടമായത് ഈ ഒരു ഫ്ലോർ മാറ്റാണ്. നല്ലൊരു 3D എഫക്റ്റ് തോന്നിപ്പിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഫ്ലോർ മാറ്റായിട്ട് യൂസ് ചെയ്യാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഒരു 100 സംതിങ് ഒക്കെ ആയിട്ടുള്ളൂ. എന്തായാലും 200ൻ്റെ താഴെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രൈസിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി പക്കാണ്. അവനോട് അതിലൊന്ന് ചവിട്ടി കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവനതിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ വരാൻ മാത്രമുള്ള ഒരു പ്രൊഡക്റ്റൊന്നും ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് ഞാൻ വിചാരിച്ചത്, അപ്പോൾ അതൊരു ഹെയർ ആക്സസറീസ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഈ ഒരു സാധനമാണ് ഇത്രയൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നത് എന്ന്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ എക്സാക്റ്റ് കളറ് ഇതല്ല ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ കിട്ടിയതൊക്കെ ഒരു പേസ്റ്റൽ കളർ പോലെ തോന്നിക്കുന്ന കളറായതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാനത് റിട്ടേൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ മുടി നന്നായിട്ട് കുടുങ്ങും കേട്ടോ. അതിൻ്റെ ആ ഫ്ലവേഴ്സിലൊക്കെ മുടി നന്നായിട്ട് കുടുങ്ങിയിട്ട് നമുക്കത് മുടിയിൽ നിന്ന് പിന്നെ ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് കുഴപ്പമായിട്ട് ഫീൽ ചെയ്തത്. അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കളേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് ഡെലിവേർഡ് ആയത്. ഇതും ഒരുപാട് ഞാൻ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയും അതേപോലെ ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ 2 ഫ്ലോർ മാറ്റ് എവിടെയാണോ ഇട്ടത് അവിടെ തന്നെ കിടന്നോളൂ കേട്ടോ. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് വഴുതി പോകുന്ന പോലെ തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര വലിയ ക്വാളിറ്റി ഉള്ള പോലെ തോന്നിയിട്ടില്ല കേട്ടോ. കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു വലിയ ചെമ്പരത്തി നിലത്തിട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഫ്ലോർ മാറ്റായിട്ടൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നില്ല കാണുമ്പോൾ. പക്ഷേ ആദ്യത്തെ 2 ഫ്ലോർ മാറ്റിനെ വെച്ച് നോക്കുമ്പം എനിക്കിതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വഴുതി വീഴും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.